ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഈ എല്ലാ ജാതിയിലും ക്രിയേറ്റർ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അപ്പൊ ദൈവത്തിന് ഓൾറെഡി ബെറ്റർ ആയി ക്രിയേറ്റ് ചെയ്തുകൂടെ? എന്തിനാണ് ഇങ്ങനെയെല്ലാം ക്രിയേറ്റ് ചെയ്തത്? എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെ ക്രിയേഷൻ എന്ന് നടത്തിയത് ദൈവമാണെങ്കിൽ ദൈവത്തിന് ഓൾറെഡി നന്നായിട്ട് അങ്ങ് ക്രിയേറ്റ് ചെയ്താൽ പോരെ? ചോദ്യം മനസ്സിലായില്ല, എന്താ ചോദിച്ച? കേട്ടില്ല, ക്ലിയർ ആയില്ല. അതായത് എല്ലാ ജാതിക്കാരും വിശ്വസിക്കുന്നത് ദൈവമാണ് ക്രിയേഷൻ ചെയ്തത്, ഈ ഭൂമി സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ദൈവത്തിന് ഓൾറെഡി നന്നായിട്ട് അങ്ങ് സൃഷ്ടിച്ച പോരെ? എന്തിനാണ് ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചത്? വിയേർഡായിട്ട്. അപ്പൊ സൃഷ്ടി പറഞ്ഞാൽ എല്ലാം അങ്ങ് ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് ഈ ക്രിമിനൽസും ദൈവത്തിന്റെ സൃഷ്ടി തന്നെയല്ലേ? അപ്പോ ദൈവത്തിന് ഓൾറെഡി ഇങ്ങനെ ഡിഫോംഡും ഈ ക്രൂക്കഡ് ആയിട്ടും അല്ലാതെ ഓൾറെഡി ഗുഡ് ആയിട്ട് സൃഷ്ടിച്ചാ പോരെ? അപ്പോ ദൈവം അങ്ങനെ ഗുഡായിട്ട് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ബാഡ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാതെ ആ ഭാഗങ്ങളെ മരവിപ്പിച്ചുള്ള സൃഷ്ടി. അപ്പൊ അത് ഒരു റോബോട്ടിക് കൈൻഡ് ആയിട്ട് സൃഷ്ടിക്കുക. അപ്പൊ ചോയ്സസ് ഒന്നുമില്ല, മനുഷ്യന് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സൃഷ്ടിക്കാൻ എന്താന്നല്ലേ? ഓൾറെഡി നന്നായി പെർഫെക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒന്നും ഇല്ലാതെ അങ്ങനെ വരുമ്പം മനുഷ്യ ജീവിതം വളരെ 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 വിരസമായിരിക്കും. ഇപ്പൊ നിങ്ങള് എല്ലാരും ഒരേ സ്വഭാവമാണ്, ലോകത്തുള്ള എല്ലാരും ഒരേപോലെ ചിരിക്കുന്നു, എല്ലാരും ഒരേപോലെ സംസാരിക്കുന്നു, ആരും ശബ്ദം മാറ്റി സംസാരിക്കുന്നില്ല. അപ്പം റോബോട്ട് പോലെയാണ്, എല്ലാരും ഒരേപോലെ വളരെ മര്യാദയ്ക്ക് ലൈനായിട്ട് നിന്ന് ബസ്സിൽ കയറുന്നു, എല്ലാവരും കൃത്യമായിട്ട് നിയമങ്ങൾ പാലിച്ചിങ്ങനെ പോകുന്നു, ആരും കോപിക്കുന്നില്ല, വഴക്ക് പിടിക്കുന്നില്ല, മത്സരിക്കുന്നില്ല, ഒന്നുമില്ല. ഇങ്ങനെ എല്ലാവരും ഓർഡർലി മാനറിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ഒരു ജയിലൊക്കെ പോലെ ഇരിക്കും. ജയിലിൽ പോലും ഇപ്പൊ വഴക്കും ചണ്ടയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അതൊരു മെഴുകു പ്രതിമകളുടെ മ്യൂസിയം ഒക്കെ പോലെ ഒരു ലോകം. അതാണോ ഐഡിയൽ ലോകം? അതല്ലേ നല്ലത്. അപ്പൊ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നേ, കൊച്ചു മുസ്ലിം കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞ് വീടാണ് ആ കുട്ടി പറഞ്ഞത് എന്ന് വെച്ചാല്, നമുക്ക് ദൈവം ഇങ്ങനെ ചോയ്സ് തന്നിട്ട് ഇടും, രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റും രണ്ട് പേര് ഇരിക്കുന്നുണ്ട്, ദേ ആർ റൈറ്റിംഗ് ഡൗൺ എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അവസാനം മരിച്ചു പോകുമ്പോൾ കുറെ ഡ്രാമാറ്റിക് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. അവസാനം ഈ രണ്ട് ബുക്ക് കൊടുത്തിട്ട് വെരിഫൈ ചെയ്ത ശേഷം നമ്മുടെ പാപപുണ്യം ഒക്കെ കൂടി അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് അവരുടെ ജാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആക്ഷൻസ് ഒക്കെ നമ്മൾ കെയർഫുൾ ആവണം എന്നെല്ലാം. ഷീസ് എ ഗേൾ, നല്ല കുട്ടിയാണ്. അപ്പോ ആ കുട്ടി അങ്ങനെ ചെയ്തങ്ങനെ പോകുന്നു. അപ്പൊ അതേപോലെ അങ്ങനെയാണ് അവരുടെ കൺസെപ്റ്റ്. കാരണം ഷി വാസ് മച്ച് ടോളറന്റ് ടു മീ വെൻ ഐ ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പോ ആള് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോ പിന്നെ ഇങ്ങനെ തെറ്റും, അതാണ് അവരുടെ കൺസെപ്റ്റ്. പക്ഷെ ഇങ്ങനെ ഓർഡർലി ആയിട്ടിരിക്കുന്നത് നല്ലതല്ലേ? നമ്മളിപ്പോ ഭരതനാട്യം ഉണ്ട്, കുച്ചിപ്പുടി ഉണ്ട്, രണ്ടും നോർമൽ ആയിട്ടുള്ള രണ്ട് കാര്യമാണ്. അത് അതേപോലെ പോകുന്നു, ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിലൂടെ വയലൻസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇറ്റ് മേ ബി ഡിഫറെന്റ് ഫോർ അസ്. നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നു. പക്ഷെ അതിൽ ഒരാൾ പെയിൻ അനുഭവിക്കുന്നില്ലേ? അത് സങ്കടമല്ലേ? നമ്മൾ ഓർഡർലി ആയി പോയി എല്ലാവരും ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഈ ഒരേപോലെയിലും ഭംഗി ഉണ്ടാവാമല്ലോ. എല്ലാവരും ലൈനായി പോയി പോകുന്നു, അതൊക്കെ ഒരു ഭംഗി തന്നെയല്ലേ? ഒരേപോലെ ആയാലും സെപ്പറേറ്റ് ഇതുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ വയലൻസും അതെല്ലാം വരുന്ന സമയത്ത് കുറെ പേര് വിഷമിക്കുന്നില്ലേ? അങ്ങനെ എന്നെ പറഞ്ഞ കുറെ മന്ദബുദ്ധികൾ പോലെ ആയിപ്പോ ആളുകള്. സ്വതന്ത്ര ഇച്ഛാശക്തിയോ തീരുമാനശേഷിയോ ഒന്നുമില്ലാതെ കുറെ ആളുകള് ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു മാതൃകാ ലോകമായിട്ട് ഭാവനയിൽ കാണുന്നതെങ്കിൽ അത് ശരിയായ രീതിയല്ല. മറിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ അവന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ കൊടുത്തു. ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുഷ്ടതയ്ക്ക് മറയാക്കി. അപ്പം അതിനെയാണ് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ വീഴ്ച എന്ന് പറയുന്നത്, ഫോൾ ഓഫ് മാൻ. മനുഷ്യൻ വീണുപോയി. നിബന്ധിച്ച മനുഷ്യനെ ഉയർത്തുവാനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചതെന്നാണ്. ഇപ്പം ലോകത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോ ഈ വീണുപോയ ലോകത്ത് നിന്ന് മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ ദൈവശാസ്ത്രം. അപ്പൊ മനുഷ്യനെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു എന്ന് ബൈബിളോ ക്രിസ്തീയ വിശ്വാസമോ ഒന്നും പറയുന്നില്ല. മനുഷ്യനെ ദൈവം നന്നായിട്ടാണ് സൃഷ്ടിച്ചത്. ആ നന്നായി സൃഷ്ടിച്ച അവസ്ഥയിൽ നിന്ന് അവനുണ്ടായ പതനം
അപ്പൊ അതിനത്തെ സംബന്ധിക്കുന്നതാണ്. അതിനെയാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ജോൺ മിൽട്ടന്റെ പ്രസിദ്ധമായ കൃതിയുടെ ടൈറ്റിലാണ് പാരഡൈസ് ലോസ്റ്റ്. അപ്പൊ ലോസ്റ്റ് പാരഡൈസ് ആണ് മനുഷ്യൻ ദുഃഖിച്ച് ഓർത്ത് വിലപിക്കുന്നത്. അപ്പൊ പാരഡൈസ് റീഗെയിൻ എന്നുള്ളതാണ് ലോകത്തിലേക്ക് വന്നത്. അതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്.